KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ ഒഴിയുകയാണ്. സണ്ണി ജോസഫാണ് പുതിയ അധ്യക്ഷൻ. PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരാകും. സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി ക്ഷണിതാവാക്കിയേക്കും. അടൂർ പ്രകാശാണ് പുതിയ UDF കൺവീനർ. KPCC പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളെയും തീരുമാനിച്ചുകൊണ്ടുള്ള AICC തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളും ജനാധിപത്യ വിശ്വാസികളും പൂർണ്ണമായി സ്വാഗതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരവധി പ്രതിസന്ധികളിൽ കോൺഗ്രസിന് ധീരമായ നേതൃത്വം നൽകിയ കെ സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവായി നിയമിച്ചതും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഭയങ്കര തൃപ്തിയല്ല. തൃപ്തി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്ന് പറയാൻ പറ്റും. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്തത്, ആ രണ്ട് വാക്കുകൾ ഉറച്ചു വയ്ക്കുന്നു. പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്ത കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരു പ്രവർത്തന നിലയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എന്തൊരു പ്രോപ്പർ ബ്ലെൻഡിംഗ് ആണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച് കോൺഗ്രസിന്റെ ഓരോ കോണിലുമുള്ള പ്രവർത്തകന്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ ശ്രീ കെ സുധാകരൻ, അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു. KPCCയുടെ പ്രസിഡന്റായി കണ്ണൂരിൽ നിന്ന് തന്നെ ശ്രീ സണ്ണി ജോസഫ് MLA, അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് ആകുന്നു. ഇതൊരു ഇലക്ഷൻ ഇയറാണ്. ഈ ഇലക്ഷൻ ഇയറിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ, ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹം ഒരു ഇലക്ഷൻ വിദഗ്ധനാണ്. UDFന്റെ കൺവീനറായി വന്നിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ്, കോന്നി പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം നിർത്തിയ ശ്രീ അടൂർ പ്രകാശ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു സുധാകരന്റെ ഭാഗത്തുനിന്ന്. പക്ഷെ അതിനൊടുവിൽ ഒരു പട്ടിക വരുമ്പോൾ സണ്ണി ജോസഫ് വിശ്വസ്തനാണ്. അതുകൊണ്ട് സുധാകരൻ തൃപ്തനാണോ? എല്ലാ വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലൊരു ഫോർമുല രൂപീകരിക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു എന്ന് കരുതാമോ? മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിലാണ് സമഗ്ര അഴിച്ചുപണി എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയത് എന്ന് വേണം പറയാൻ. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള എതിർപ്പും പ്രതിഷേധവുമൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ടായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുക എന്ന തീരുമാനത്തിനപ്പുറം ആന്റോ ആന്റണിയെ പകരക്കാരനാക്കി നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന്, മുൻ PCC അധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നത്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി തന്നെ സംസ്ഥാനത്തെ മുതിർന്ന 14-ലേറെ കോൺഗ്രസ് നേതാക്കളെ കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ പുനഃസംഘടന നടപ്പിലാക്കാവൂ എന്നൊരു അഭിപ്രായം, അങ്ങനെ ഒരു തീരുമാനം AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നു. അതിനുശേഷമാണ് കെ സുധാകരനുമായി 2 ദിവസം ഫോണിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോഴും ആന്റോ ആന്റണി എന്ന പേര് ഉൾക്കൊള്ളാനോ അതിന് പിന്തുണ നൽകാനോ കെ സുധാകരൻ തയ്യാറായില്ല. ഒരു തരത്തിലും അത് അംഗീകരിക്കാനാവില്ല. അത് തന്നെ അപമാനിക്കുന്ന നടപടിയായി മാറുമെന്ന് കടുത്ത തീരുമാനം AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെ കെ സുധാകരൻ നേരത്തെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയെ ഫോണിലും അദ്ദേഹം ഈ സന്ദേശം തന്നെ അറിയിച്ചു. അതിനുശേഷമാണ് മുൻ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വീണ്ടും തീരുമാനത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു നീക്കം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, ആന്റോ ആന്റണി തിരുവനന്തപുരത്ത് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന ഉറപ്പിൽ വാടകയ്ക്ക് വീട് വരെ എടുത്തിരുന്നുവെന്നാണ് അനൌദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. അങ്ങനെ കോട്ടയത്ത് ഉൾപ്പെടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആന്റോ ആന്റണി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാലുടൻ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ എത്തി അവിടെ പ്രാർത്ഥന നടത്തി ഇവിടെ വന്ന് ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വരെ നടത്തിയതാണ്.
അങ്ങനെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലും വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ആ തീരുമാനത്തിൽ നിന്ന് ദേശീയ നേതൃത്വം പിന്മാറുന്ന സാഹചര്യമുണ്ടായത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കെ സുധാകരൻ അനുനയത്തിന് തയ്യാറായി, അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ദേശീയ നേതൃത്വത്തിനോട് ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് അല്പസമയത്തിനകം. എന്തായാലും അത് ഹൈക്കമാൻഡിനും സംസ്ഥാനത്തെ കോൺഗ്രസിനും ഒക്കെ ആശ്വാസകരമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.